ഏട്ടൻ നന്നായിട്ട് ഏട്ടനെ കുക്ക് ചെയ്യാറുള്ളൂ. അതുകൊണ്ടല്ലേ ഓളെ ഭർത്താവിന്റെ അടുത്ത് അവളുടെ എക്സ്പീരിയൻസ് എനിക്ക് പറയണ അല്ലേ? പ്രഷർ ഇട്ടോ നിനക്ക് 2 പ്രേമം. അയ്യോ, ഞങ്ങൾ ഇന്ന് നിലനിൽക്കുന്നത് ആ വഴക്കിനേക്കാളും ഉപരി ഒരു സ്നേഹം ഞങ്ങൾക്കിടയിലുണ്ട്. എല്ലാരെയും കുറിച്ചിട്ടുണ്ടായിരുന്നു. ഓ, ഈ കണ്ട സ്ത്രീകൾ മൊത്തം ഈ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുള്ള രീതിയിലാണ് ആളുകൾ ഇപ്പൊ ഒന്നും അറിയാതെ ആൾക്കാർ ഒരു സൈഡിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇത് കാണുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും ഇവിടെ എത്രത്തോളം ഹാപ്പിനെസ് ഉണ്ട്, എത്രത്തോളം സേഫ്റ്റി ഉണ്ട്, ഞങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ഫാമിലി കൊണ്ടുപോകുന്നത് എന്നുള്ളത്. ആ പറയുന്ന ആളുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യുന്നത്, നമ്മുടെ മൂവ്മെന്റ്സ് ഈക്വലി വാച്ച് ചെയ്യുന്നത് നമ്മുടെ ഫാൻസിനേക്കാളും നമ്മളെ ഹേറ്റേഴ്സ് ആയിരിക്കും. ഇത് ഇവര് പിടിച്ചെടുത്ത് ഹെഡ്ലൈനും കൊടുത്തൊരു ടാഗ് ലൈൻ ആക്കി എയറിലാവുമ്പോ ഉറങ്ങിയടിക്കുമ്പോ ഞാൻ എപ്പോ ഇതെപ്പോ സംഭവിച്ചെന്നുള്ള അവസ്ഥയാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ നിമിഷം ഈ ബിൽഡിംഗ് ഇല്ലാണ്ടാവുക, ഞാൻ ഈ സംഭവം തന്നെ നിർത്തിയാലോ, ഡാൻസ് നിർത്തിയാലോ എന്നൊക്കെയുള്ള സിറ്റുവേഷൻ, അത്രയ്ക്കും പെയിൻ സഹിക്കാൻ പറ്റാത്ത കുറച്ച് ഇഷ്യൂസ് ഇതിൻ്റെ മുകളിൽ. ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഒരു ഏറ്റവും വലിയൊരു ഭാഗ്യം എന്താ വെച്ചാൽ ഈ ഫ്ലോറിലുള്ള ലാസ്റ്റ് വീഡിയോ ആണത്. ഞാൻ കരയുന്നൊരു അയ്യോ പേഴ്സണലി ഇപ്പത്തെ ഏട്ടന്റെ പെയിൻ കാണുമ്പോൾ എനിക്ക് ഈശ്വര ഭഗവാനെ വീട്ടിൽ എനിക്ക് തന്നെ ഒരു കുറ്റബോധം തോന്നുന്നു. എൻ്റെ അടുത്ത് തന്നെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. നമസ്കാരം, ജാങ്കോ സ്പേസിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മളുടെ ഈ ഓണത്തിന് ചെറിയൊരു പ്രത്യേകത ഉണ്ട്. ചെറുതോ എന്നാ സോറി, വലിയൊരു പ്രത്യേകത ഉണ്ട്. അങ്ങനെ പറ. അപ്പൊ ഈ ഓണത്തിന് നമ്മളുടെ കൂടെ ആരാ വന്നിട്ടുള്ളത്? അങ്ങനെയല്ല, ആരൊക്കെയാ വന്നിട്ടുള്ളത്? ഒരബദ്ധമൊക്കെ ആർക്കും പറ്റൂല. ആരാ 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 കരളിലെയും ഒരു മൗനം, കസവണിയും ലയമൗനം, സ്വരങ്ങൾ ചാർത്തുമ്പോൾ വീണയാൽ മണിവീണയാൽ വീഴ്ചയാൽ കുളിർവാഹിയാൽ മനമൊരു ശ്രുതിയായി പൂമാനമേ ഒരു രാഗമേ. എങ്ങോട്ടാ? അങ്ങനെ പോയാ പറ്റില്ല. ഇനിയിപ്പോ ഈ ഒരു ഫ്രെയിം കാണുമ്പോൾ നമുക്ക് കൂടുതൽ ഇൻട്രൊഡക്ഷന്റെയോ അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിലിങ്ങിന്റെ ഒന്നും ഒരു ആവശ്യമില്ലെങ്കിലും നമ്മൾ പറയേണ്ടതായിട്ട് ഇരിക്കുന്നു. നമ്മുടെ കൂടെ നിൽക്കുന്നത് ആരാ? കുറച്ചു കാലമായിട്ട് സ്ത്രീകളുടെ ഒക്കെ ഉള്ളിലാ. അങ്ങനെയല്ല, നമ്മുടെ ആര്യ ചേച്ചി തന്നെ ഓൾറെഡി കഴിഞ്ഞ ഓണം സെലിബ്രേഷൻ ഇൻട്രോ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ സുന്ദരനും വിട്ടേക്ക് ഞാൻ ആയിക്കോളാം. സുന്ദരനും സുമുഖനും സർവോപരി സ്ത്രീകളുടെ പറയുമ്പോ തന്നെ രോമാഞ്ചം. ആരാ? നമ്മുടെ സ്വന്തം ചേട്ടന്റെ പ്രിയതമ, നമ്മുടെ സ്വന്തം ആര്യ ചേച്ചിയാണ്. അവര് മാത്രാണോ? അല്ല, അവരുടെ പെൺപടം മൊത്തം ഉണ്ട് ഇവിടെ. എല്ലാ സുന്ദരിമാരും നമ്മളെ കൂടെ തന്നെ നിൽക്കുന്നുണ്ടെന്നല്ല. അണിഞ്ഞൊരുങ്ങി ശരിക്കും ഉണ്ടല്ലോ. നമ്മുടെ ചേട്ടന്മാര് വന്നപ്പോ തന്നെ പറഞ്ഞു ഇവിടെ ചേച്ചിമാര് സെറ്റ് സാരിയെ കുറിച്ച് ഭയങ്കര ലുക്കിലാണ് നിൽക്കണേന്ന്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വന്നിറങ്ങി നേരെ പോയത് പാർലറിലോട്ടാണ്. ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് പിടിച്ച് നിൽക്കണ്ടേ? അപ്പൊ ഒരു കാര്യമില്ല. വേറെ സത്യം, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു. കുഴപ്പമില്ല, എല്ലാവരും അറിഞ്ഞു. അപ്പൊ എന്തായാലും ഇവരിങ്ങനെ നിർത്തി ചോദ്യം ചെയ്യണത് ശരിയാണോ? അല്ല, ഓണൊക്കെ ആയിട്ട് നമ്മൾ കഷ്ടപ്പെടുത്താൻ പാടില്ല. അതെ അതെ അതെ. അപ്പൊ നമുക്ക് ഇരുത്തി ചോദ്യം ചെയ്യാം. ഇരുത്തി കുറച്ച് റിലാക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് വരട്ടെ. ആർക്കും ഉഷാറില്ലേ? പോരട്ടെ. എന്താ ഇത്? ആർക്കും ഒരു ഉഷാറില്ലല്ലോ. അല്ല, അത് മാത്രല്ല, നിങ്ങൾ എല്ലാരും ശ്രദ്ധിച്ചോ? ഇവിടെ ഒരാൾ ഇരിക്കണ ഇരുത്തം കണ്ടോ? ഇങ്ങനെ ആയാ മതിയോ? അതല്ല, എന്താന്നറിയോ, എനിക്ക് ഈ പൂക്കളും ഈ സെറ്റപ്പും പിന്നെ ഇവരൊക്കെ സാരിയും തുളസിക്കതിരൊക്കെ ചൂട് വന്നിരിക്കുമ്പോ ഒരു മലയാളി എന്ന് പറയുമ്പോ എന്റെ ഉള്ളിലൊരു തോര. നമ്മുടെ ആർപ്പോ ഇറ വിളിക്കാൻ തോന്നണില്ലേ? വിളിക്കല്ലേ? എനിക്കാണെങ്കിൽ വന്നപ്പോ തൊട്ട് ഞാൻ ഇതിങ്ങനെ പറയുന്ന ആലോചിച്ചിരിക്കണായിരുന്നു. അല്ല, ഒരു കാര്യമുണ്ട്, നമുക്ക് ഗുരുക്കന്മാരെ കയ്യിൽ കൊടുക്കാം. അവരെ അങ്ങോട്ട് നമുക്ക് ഏറ്റങ്ങ് വിളിക്കാം. ഓക്കെ, സെറ്റ്. ചതിച്ചു അല്ലേ? വിളിച്ചില്ല. ചേട്ടാ വിളിക്ക്.
ഒന്നും കൂടെ വേണോ? അതാണ്, എല്ലാം കൂടെ ഞാനങ്ങ് കൊടുത്തു. ഞാൻ വിട്ടുകൊടുത്തു. ഓക്കെ, അപ്പോ ഒന്നും തോന്നരുത്, തുടക്കം തന്നെ നമ്മളൊരു ക്ലീശേ ചോദ്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ചേട്ടാ അതല്ല ചേട്ടാ, നമ്മുടെ ഈ ഓണത്തിനല്ലേ, ഈ ഒരു ഓണത്തിന് ശരിക്കും ചേട്ടൻ്റെയും ചേച്ചിയുടെയും ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താ? അതാണ്. അതെ, കഴിഞ്ഞ കൊല്ലം വരെ സംശയമായിരുന്നു. സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പി സ്കൂളിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ മീൻസ് അതായത് നമ്മൾ പബ്ലിക്കിൽ വരുന്ന പ്രോഗ്രാമിൽ ആര്യമോൾ ഫസ്റ്റ് ടൈം അല്ലേ സജിമോളെ? അത് ജാങ്കോസ്. അപ്പം അത് തന്നെ ഒരു വലിയ സ്പെഷ്യാലിറ്റി. പിന്നെ നമ്മുടെ പി സ്കൂളിൽ വെച്ചിട്ട് തന്നെയാണല്ലോ നമ്മൾ ഈ സെലിബ്രേഷൻ നടക്കണേ. അതിൽ ഒരുപാട് വലിയ ഭയങ്കര സന്തോഷത്തിലുമാണ്, ചെറിയൊരു വിഷമമുണ്ട്. അത് ഞാൻ പറയാം. അത് ഞാൻ പറയാം. ഞാൻ ഈ ഫസ്റ്റ് തന്നെ അത് കൊണ്ടുപോയിട്ട്. പിന്നെ നമ്മളൊരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഇത്ര ഗ്രാൻഡായിട്ട് ആദ്യമായിട്ടാണ് ചെയ്യണം. പിന്നെ ഞങ്ങളൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ, പി സ്കൂളിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പെൺകുട്ടികളുടെ സൗന്ദര്യമാണ്. അപ്പോൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നുണ്ടോന്നൊരു സംശയം. ഞങ്ങളെ കുറിച്ച് അതെ, ആ സൗന്ദര്യത്തിന്റെ മുന്നിൽ ഒട്ടും ബാക്കിലല്ല നമ്മുടെ രണ്ട് കുട്ടികൾ എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമായിട്ടുള്ള രണ്ട് കുട്ടികൾ. അഞ്ജലി ചേച്ചി, പാർലറിൽ കൊടുത്ത കാശ് വേസ്റ്റ് ആയില്ല, മനസ്സിലായില്ലേ? ഇപ്പൊ എനിക്ക് സമാധാനം ഉണ്ട്. എന്തായാലും നമ്മളെ കാശ് വെറുതെ അല്ല. അത് മാത്രമല്ല, നിങ്ങളൊക്കെ കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞതല്ലേ, അപ്പൊ നല്ലൊരു കയ്യടി എടുക്കല്ലേ? കണ്ട, അത് പറഞ്ഞപ്പോ ഇത്ര നേരം ഇങ്ങനെ ഇരുന്ന ചേച്ചിമാര് അത് പറഞ്ഞ വഴി ഉണ്ടല്ലോ, അല്ല സുന്ദരിമാരെന്ന് പറഞ്ഞപ്പോ തന്നെ എല്ലാരും മുഖത്തൊരു പുഞ്ചിരി വന്നു. അപ്പൊ കുറച്ചും കൂടെ സുന്ദരികളായി എല്ലാരും. ഓക്കെ, ഭയങ്കര ബ്യൂട്ടിഫുൾ. ഇവിടെ നോക്കുമ്പോഴാണെങ്കിലും കാണാൻ നല്ല രസമുണ്ട് എല്ലാരും. പിന്നെ പറയണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് ചേട്ടന്റെ അടുത്ത് തന്നെ ഇരിക്കുമ്പോ ഒന്നും കൂടെ പ്രകാശിക്കുകയാണ്. എന്താ ചെയ്യാ? ഓക്കെ, സോ ചേട്ടാ, എല്ലാ വർഷവും ഓണത്തിന് സദ്യ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ സദ്യയിൽ ഇന്നെന്ന ഇങ്ങനെ ഓരോരോ ഡിഷുകൾ ഉണ്ടാകും. അതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട്, അല്ലെങ്കിൽ എൻ്റെ സദ്യയിൽ ഈ സാധനം മസ്റ്റാണ്, അങ്ങനെ തോന്നുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ? ചോറ്, അത് മസ്റ്റാണ്. താങ്ക് യുടാ. റൈസിൻ്റെ കൂടെ പിന്നെ നമ്മൾ സദ്യേൻ്റെ സാമ്പാർ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയല്ല, എന്ത് കിട്ടിയാലും കഴിക്കും. എന്നെ കടിക്കാത്ത എന്തിനും ഞാൻ കഴിക്കും അല്ലേ? പക്ഷെ ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ചേച്ചി അല്ല, ചേച്ചി കുക്ക് ചെയ്യണേല് ചേട്ടന് ഏറ്റവും ഇഷ്ടം എന്താ ഈ സദ്യയില്? സത്യം പറയട്ടെ, ഞാൻ ഇതുവരെ സദ്യ ഉണ്ടാക്കിയിട്ടില്ലടാ. പക്ഷെ എനിക്കറിയാം ഏട്ടന്റെ ഫേവറേറ്റ്സ് സാമ്പാർ, കൂട്ടുകറി, ഉപ്പേരി. ബാക്കി ഒരു സാധനം ഇങ്ങനെ തൊട്ട് നോക്കത്തില്ല. സത്യമായിട്ടും പച്ചടി കിച്ചടി സംഭവങ്ങളൊക്കെ ഇല്ലേ, ഇതൊന്നും ഇഷ്ടമല്ല. ഏട്ടന് കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് സദ്യയിൽ, അത് മാത്രമേ കഴിക്കുള്ളൂ. അല്ലേ സജിമോളെ? കഴിഞ്ഞ ഓണത്തിന് സാമ്പാറിലായിട്ട് നമ്മളെ കുനിച്ചു നിർത്തി ഇടിച്ചത് ഓർമ്മയില്ലേ? അല്ല, സത്യം പറഞ്ഞ ഇതാ ഞാൻ ആദ്യം ചോദിച്ചത്. ചേട്ടൻ എന്തെങ്കിലും പ്രത്യേകത ഉള്ള സാധനം ഉണ്ടോ? എല്ലാം കഴിക്കുന്നു. ഇതായിരുന്നു ചേട്ടാ ഞാൻ ആദ്യം ചോദിച്ചത്. പോട്ടെ, കുഴപ്പമില്ല. അല്ല, ചേട്ടന് കുക്ക് ചെയ്യാൻ വല്ല താല്പര്യം ഉണ്ടോ? ഇനി അടുത്ത പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ പുതിയ സ്പെഷ്യൽ സാധനങ്ങൾ? വെജിറ്റബിൾ ആണോ? എന്തായാലും കുഴപ്പമില്ല. ചേച്ചിക്ക് എന്തൊക്കെ കുക്ക് ചെയ്ത് തരാറുണ്ട് ചേച്ചി? ഏട്ടനെ കുക്ക് ചെയ്യാറുള്ളൂ. അല്ല, വേറൊരു കാര്യമുണ്ട്, നമ്മുടെ മലബാർ സദ്യയില് നോൺ വെജ് ഉണ്ടാവുമല്ലോ അല്ലേ? എന്തെങ്കിലും ഈവൻ അത് ഫിഷ് ഫ്രൈ ആണെങ്കിലും ചിക്കൻ ഫ്രൈ ആണെങ്കിലും നമ്മളൊക്കെ ചിരി നിർത്താൻ പറ്റണില്ല. ചോദിക്കുന്നു. ചേട്ടാ, അടുത്ത ചോദ്യം വേണോ അതോ ഒരു എന്താ വേണ്ടത്? കഴിഞ്ഞോ? ചിരി കഴിഞ്ഞു. അപ്പൊ തൽക്കാലം ചേട്ടൻ പുതിയതായിട്ടൊന്നും ഇപ്പൊ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, കുറച്ചും കൂടെ കഴിഞ്ഞോട്ടെ എന്നാണ്. ചേട്ടനാണോ ശരിക്കും കുക്ക് ചെയ്യണേ ചേച്ചി? അല്ല, അത് ഞാൻ വെറുതെ പറഞ്ഞതാണ്. അല്ല, ഞാൻ ചെയ്യാറ്. പക്ഷെ ഞാൻ ഉണ്ടാക്കണത് ഇവൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഞാൻ തന്നെ അല്ല. പക്ഷേ അതായത് നോൺ വെജ് ഒക്കെ ഈ ഡ്രൈ ഫ്രൈ ഒക്കെ ആര്യമോൾ നന്നായിട്ട് ഉണ്ടാക്കും. പിന്നെ കറികളൊക്കെ ചിലപ്പോൾ ഞാൻ ആര്യമോൾ ഇടയ്ക്ക് സർപ്രൈസ്, ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ ഒരു സർപ്രൈസ് ഡിഷൊക്കെ ഉണ്ടാക്കി വെക്കും. അതൊരു ഭയങ്കര നന്നായിട്ട് ഉണ്ടാക്കും കേട്ടോ. നല്ല കുക്കാണ്.
നൈസ്. ഇത് കഴിഞ്ഞ് വീട്ടിൽ തന്നെ പോകാനുള്ളതാണല്ലോ. അതെ, പേടി അതെ. ചേട്ടന്റെ മുഖത്ത് Correct. നന്നായിട്ട് കുക്ക് ചെയ്യുന്നൊക്കെ. നമ്മളിവിടെ വന്നിരിക്കുമ്പോ മുതലേ സത്യം പറഞ്ഞാൽ ചേട്ടൻ ഇങ്ങനെ മൂളിപ്പാട്ട് പാടുന്നുണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പൊ ചോദിക്കാൻ വരുന്നു. ഒരു പാട്ടുണ്ടായല്ലോ, മറ്റേ പൂമാനമേ. ആ പാട്ട് ചേട്ടൻ വന്നപ്പോ തൊട്ട് പാടിക്കൊണ്ടിരിക്കണം. നമ്മള് കൂടുതൽ പാടണ്ട, ലാസ്റ്റ് കൊള്ളാനുള്ളതാണ്. നമുക്ക് ചേട്ടനൊരു അവസരം കൊടുക്കാം അല്ലേ? യെസ് യെസ്. അത് ഞാൻ ഇവരെ പഠിപ്പിക്കുമ്പോ ജസ്റ്റ് ഒന്ന് പാടിയത്. അത് പഠിപ്പിക്കുന്ന വിചാരിച്ചങ്ങ് പാട്. കുഴപ്പമില്ല, ഞങ്ങൾക്ക് വേണ്ടി നമ്മളുടെ ഞങ്ങളും കൂടെ പാടും. ഞങ്ങളും ഏത് പാട്ടാണ് കുഴപ്പമില്ല, ഞങ്ങളും കൂടെ പാടും. പാടല്ലേ കൂടെ? പാട്ട് ആര്യമോള നന്നായി പാടുക. രണ്ടുപേരും കൂടെ അങ്ങ് പാട്. എന്നിട്ടാണ് എന്താ ഏത് പാട്ട് വേണം നിങ്ങൾക്ക്? വല്ല സജഷൻ ഉണ്ടാ പാട്ടില്? നമ്മള് പാടും. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പിൽ വിളിയിൽ മുഖം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ മകം വാങ്ങാൻ പൂവിളി പൊന്നോണമായി. എനിക്കറിയില്ല, എനിക്ക് പാട്ടറിയില്ല. അല്ല, ഈ പാട്ട് അറിയില്ല. ഈ പാട്ട് അറിയാത്തോണ്ടാ. അറിയണ പാട്ട് പാടിക്കോ ചേട്ടൻ. ഒരു വിഷയമില്ല, നമ്മള് കേൾക്കൂലേ. പിന്നെ ഒരു തമിഴ് ഓണത്തിന് പറ്റിയൊരു പാട്ടാണ്. ഓക്കെ, ഓണത്തിന്റെ പെർഫെക്റ്റ് മാച്ച് ആണ് കേട്ടാ. തനിമയായി തേടുതേ. ചിരിപ്പിക്കല്ലേ, ഒരു ഫ്ലോയില് വന്നതായിരുന്നു. പാടിക്കോ. ലൂസിപ്പണ്ണാണ് ഇവിടെ എല്ലാവർക്കും വേണ്ടേ. എന്റെ ഡാൻസ് ക്ലാസ്സിലെ കുട്ടികളെങ്കിലും പാടിക്കോ. തനിമയായി തേടുതേ ഇതയവും ഓടുതേ என்ன நானே தேடி பார்க்கிறேன் உனக்கு என்னை கொடுக்க நினைத்து மனச நான் நம்பினேன் ரொம்ப ஆசையாய் வலி போல பாட்டெழுத எனக்கு தெரியலையே உன்னை பற்றி பாடாமதான் இருக்க முடியலையே என்ன நானே திட்டி பார்த்த மனசு திருந்தாவில்லை என் மனசு உன்னை விட்டு மாறாவில்லை லூசு பெண்ணே லூசு பையன் லூசா சுத்துறா. അത് മാത്രല്ല ആര്യമോള് സ്വന്തമായി പാട്ടൊക്കെ എഴുതും. ആണോ? ഒരു പാട്ടില്ലേ? എഴുതിയ പാട്ട് പാട്. ജീവിതം പഠിപ്പിച്ചതാണ് കവിത എഴുതാൻ. പ്രജേട്ടന്റെ മൂവിയിൽ ഉണ്ടായിരുന്ന ഒരു മലയാളം സോങ്ങിനെ ഞാൻ തമിഴിലേക്ക് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അയ്യോ, പാടാനൊന്നും അറിയില്ല, ഞാൻ എഴുതിയതാ ആ സോങ്. പൊളിയാണ്. ലിറിക്സ് പറഞ്ഞോ. നിനക്ക് ശരിയാക്കി തരട്ടാ. എന്തായിരുന്നു ലിറിക്സ്? தனிமையில் இருந்திடும் பொழுது என் மனதுக்குள் விரிந்தது கனவு இமை மூடினார் மொழி தோன்றினார் உயிராக நீ இருப்பேன் மழையோ இவள் காற்றோ இவள் யாரு என்பது புரியவில்லை. ഇതിപ്പോ ട്രാൻസ്ലേറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞു. എന്നാ പിന്നെ അതിന്റെ ഒറിജിനൽ പാട്ട് ചേട്ടനെ കൊണ്ട് പഠിപ്പിച്ചാലോ? അഭിപ്രായം? എഴുതി. ഓക്കെ, അങ്ങനെ. ആ പാട്ടില്ലേ, ആ പാട്ട് ചേട്ടൻ പാടിത്തരും. പിന്നെ പാടൂന്നേ പ്ലീസ്. അത് എൻ്റെ ഫസ്റ്റ് മൂവിത്തെ പാട്ടായിരുന്നു. അത് ഞാൻ പിന്നെ ഒരു ആൽബം പോലെ പിന്നെ അത് തമിഴിലേക്ക് ക്രിയേറ്റ് ചെയ്തതാണ് ആര്യമോള്. ഓക്കെ, ആ മലയാളം പാട്ട് ഇങ്ങനെയാണ്. ഒറ്റക്കിരുന്നാലൻ മനസ്സിൽ ഒറ്റ മുഖം മാത്രം നിറഞ്ഞു. അയ്യോടാ, അത് പറയുമ്പോഴേ ഭയങ്കര നാണം. അത് എടുത്ത് പറയണം കേട്ടോ.
അത് ലിറിക്സിസ്റ്റ് സന്തോഷ് വർമ്മ സാർ ചെയ്താ. അത് ഞാൻ എഴുതിയതല്ല എന്ന് എടുത്തു പറയണം. എനിക്കൊരു ഡാൻസ് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അതിൽ വേറൊരു പ്രത്യേകത എപ്പോഴും സാറും കുട്ടികളാണ് ഡാൻസ് കളിക്കാറുള്ളത്. ഇപ്രാവശ്യം നമ്മൾ ചേച്ചിക്ക് വിട്ടുകൊടുക്കാണ് സാറേ, ഭാര്യനെ കൊണ്ട് സ്വന്തം ഭാര്യയ്ക്ക് വിട്ടുകൊടുക്കുക. ഒരു ചെറിയ സ്റ്റെപ്പ് നമ്മൾ ഇത്രേ പറഞ്ഞിട്ട് അല്ല കുഴപ്പമില്ല, കൈ പിടിച്ച് 2 സ്റ്റെപ്പ് നടന്നിട്ട് ഒന്ന് തിരിഞ്ഞാലും മതി, നമുക്ക് അത്രയും മതി. പ്രജിൻ ചേട്ടൻ അത് സെറ്റ് ആക്കിക്കോളും. കളിക്കങ്ങോട്ട് സാറേ. ഇല്ലെന്ന് കളിച്ചോ. സംഭവം ചേട്ടൻ റെഡിയാണ്, ചേച്ചി ഒന്ന് റെഡി ആയാൽ മതി. ചേട്ടൻ പണ്ടേ ഓക്കെ തുടങ്ങിക്കോ. കം ഓൺ ലെറ്റ്സ് ഡു ഇറ്റ്. ഓക്കേ പറഞ്ഞില്ലേ, ആ ഒരു റിലേഷൻ ഞങ്ങൾക്ക് ശരിക്കും വിസിബിൾ ആണ്. നമുക്ക് പുറത്തുനിന്ന് ആൾക്കാരെന്തും പറയും, പക്ഷെ ഈ സർക്കിളിന്റെ ഉള്ളിൽ വന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഞാൻ പറയാം, ഞാൻ പെട്ടെന്ന് സിങ്ക് ആയ ഒരു ഫീൽ എനിക്ക് വന്നു. എനിക്കിപ്പോ ഞാൻ ആങ്കർ ആയിട്ട് വന്നതാണോ, ഞങ്ങൾക്ക് രണ്ടുപേർക്കാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ജെല്ലായ ഫീൽ വന്നു. ഒരു ഓണാഘോഷത്തിന്റെ ആ ഒരു ഫീല് കിട്ടി. അതും നിങ്ങളൊന്ന് സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അതാണ് ഏറ്റവും വലിയ സ്പെഷ്യൽ. നമ്മൾ ഇവിടുത്തെ സ്റ്റുഡൻസ് ആയിരുന്നതല്ല പോലെ. എനിക്ക് അപ്പാർട്ട് ഫ്രം സ്റ്റുഡൻസ് ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു ഫാമിലി ഗ്യാദറിംഗ് ഫീലിലോട്ട് വന്നു പെട്ടെന്ന്. പക്ഷെ ചേച്ചി എന്തൊക്കെ പറയാനും നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ എന്തും പറയും. ഇപ്പൊ നമ്മൾ വെറുതെ ഒരു ആഘോഷത്തിനോടൊന്ന് ഫോട്ടോ എടുത്താൽ പോലും, ഇപ്പൊ എനിക്കാണെങ്കിൽ പോലും അതിന് നെഗറ്റീവ് കമന്റ് പറയുന്ന കുറെ പേരുണ്ട്. ഇവരൊന്നും പറഞ്ഞ് നന്നാക്കാനും നമ്മളെ കൊണ്ട് പറ്റൂല. അപ്പൊ ചേച്ചി പറഞ്ഞു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ വിഷമം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ഈവൻ ഫ്രം റിലേറ്റീവ്സ് ആയാലും അതിനെ നെഗറ്റീവായിട്ട് പറയണ കുറെ പേര് നമ്മുടെ സറൗണ്ടിങ്സിൽ കാണും. അപ്പൊ ഇപ്പോഴും അങ്ങനെ പറയുന്നവരുണ്ടോ? എനിക്ക് ആക്ച്വലി അല്ല, ഫാമിലിന്റെ ഭാഗത്തു നിന്നുള്ളത് അങ്ങനെയില്ല. തുടക്കത്തില് ആർക്കും എനിക്ക് അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട്സും ചുറ്റുള്ളവരൊക്കെ സ്കൂൾ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചിട്ട് ചെക്കന്മാരൊക്കെ ഇങ്ങനെ പറയും, റേഞ്ചേ എന്താ നിന്റെ ഹസ്ബൻഡ് ഫുൾ പൊളിയാണല്ലോ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം. ഞാൻ അതുപോലെ പ്രസിഡന്റിനോട് വന്ന് പറയും, പ്രസിഡന്റ് ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ടെന്നുള്ളത്. പക്ഷെ അതേടാ സത്യം മനസ്സിൽ വിൽ ഓൾവേസ് സേ ലൈക്ക് ഹേറ്റേഴ്സ് മേക്ക് us famous, റൈറ്റ്? അതില്ലെങ്കിൽ നത്തിങ് ഇസ് ഗോൺ ഹാപ്പൻ. ഇതിൽ നെഗറ്റീവും വേണം. ഈ നെഗറ്റീവ് പറയുന്നവർ ആ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് വെച്ചിട്ടായിരിക്കും. ആ പറയുന്ന ആളുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യുന്നത്, നമ്മുടെ മൂവ്മെന്റ്സ് ഈക്വലി വാച്ച് ചെയ്യുന്നത് നമ്മുടെ ഫാൻസിനേക്കാളും നമ്മളെ ഹേറ്റേഴ്സ് ആയിരിക്കും. സോ അഭിപ്രായ സ്വാതന്ത്ര്യം ഭരണഘടനയിൽ ഉണ്ടല്ലോ, അവര് പറയട്ടെ. അതെ അതെ. ഇപ്പോ നമുക്ക് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ, നെഗറ്റീവ് മെസ്സേജ് നമുക്ക് ഇപ്പോൾ ഒരാൾ മെസ്സേജ് ടൈപ്പ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഒരു വ്യൂവേഴ്സ് കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ്. അപ്പൊ നമുക്ക് അത് കണ്ടതിന് ശേഷമാണ് ആളുകൾ പറയുന്നത് നെഗറ്റീവോ പോസിറ്റീവോ എന്താണെങ്കിലും. നമ്മൾ ഡാൻസിന് വേണ്ടിയിട്ട് അവർ ജീവിതത്തിൽ ഏറ്റവും വലുത് സമയമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് വേണ്ടിയിട്ട് ഒരു സമയം കണ്ടെത്തി, മെസ്സേജ് എന്തോ ആവട്ടെ, ആ സമയം കണ്ടെത്തി അത് ടൈപ്പ് ചെയ്യാൻ കാണിക്കുന്ന മനസ്സിനെ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം. അത് എനിത്തിങ് ആൾക്കാർ എന്ത് തന്നെ പറഞ്ഞാലും, ഞാനിപ്പോൾ ഡാൻസിലൂടെ കൊടുക്കുന്നത്, ഡാൻസ് പഠിച്ച് ഇവിടെ ഡാൻസ് പഠിച്ച് ഒരു വലിയ ആളാവുക എന്ന് പറയുന്നത് വളരെ എണ്ണാൻ പറ്റുന്ന ആൾക്കാർക്ക് ഇതാവാൻ പറ്റും. അതിനേക്കാളും നമ്മൾക്ക് ഒരു കൾച്ചർ കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ സ്നേഹം, ഇപ്പോൾ എല്ലാവരായിട്ടുള്ള ബന്ധങ്ങൾ, അത് മാത്രമേ സമ്പാദിച്ചിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഫസ്റ്റ് നമ്മൾ കുട്ടികൾക്കും എല്ലാവരോടും നമുക്കറിയുന്ന പോലെ എൻ്റെ പ്രായത്തിനനുസരിച്ചിട്ട് എൻ്റെ സാഹചര്യങ്ങളനുസരിച്ച് ഞാൻ പറയാറുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇവരെല്ലാവരും എൻ്റെ അടുത്ത് എൻ്റെ ക്യാരക്ടറായിട്ട് ജെല്ലാവുന്നതും എനിക്ക് അവരായിട്ട് ജെല്ലാവാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. ഡാൻസ് മാത്രം നമ്മൾ ബേസ് ചെയ്ത ഒരിക്കലും ഈ ഒരു ഫാമിലി ആവില്ല. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നില്ലേ എനിക്ക് പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സ്റ്റാർട്ടിങ്ങിൽ ഇതുപോലെ തന്നെ ഫാമിലിയിൽ നിന്ന് പല പ്രശ്നം വന്നിട്ടുള്ള ആൾക്കാരാ. പക്ഷെ അവരത് ലൈക്ക് കോൺസ്റ്റന്റ്ലി നിന്നു. അവരുടെ ഫാമിലിക്ക് അത് മനസ്സിലായി, ഇത് അവർ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന, ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന ഒരു സംഭവമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എല്ലാവരും ഇപ്പൊ നമുക്ക്
അത്രയും സ്റ്റുഡൻസ് എല്ലാവരും ഒരുപോലെ പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ സാധാരണ ആളുകൾക്ക് നല്ലത് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും ഇത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടെ പീ പോകുന്നത് എന്നുള്ളത്. അതല്ല നമ്മുടെ ചൊറിയണം എന്നുള്ളവർക്ക് ചൊറിഞ്ഞോണ്ടേ ഇരിക്കാനൊരു കാരണവും അത്രയേ ഉള്ളൂ. പക്ഷെ ഡേ ബൈ ഡേ ഫാൻസ് കൂടുന്നേ ഉള്ളൂ. അതിനർത്ഥം എന്താ പറയാ, നിങ്ങളുടെ ഈ ഒരു ഫാമിലി ഇത് ആക്ച്വലി വളർന്നു വരുവാണ്. അത് നല്ല രീതിക്ക് ആളുകളെ എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പൊ ഞാനും അത് മനസ്സിലാക്കുന്നത്. ചേച്ചി പറഞ്ഞ പോലെ തന്നെ അത്രേ ഉള്ളൂ. പിന്നെ വേറെ കാര്യം, ശരിക്കും പറഞ്ഞ ചേട്ടനും പറഞ്ഞ പോലെ തന്നെ ഈ ഹീറ്റേഴ്സ് ആണ് ആക്ച്വലി കുറെ കാര്യങ്ങൾ പറഞ്ഞ് തിരുത്തി തരുന്നത്. അതുകൊണ്ട് അവര് കാണുന്നുണ്ട്. ചേച്ചി പൊളിച്ച്. പിന്നെന്താ അറിയോ, അസൂയാണ്. അസൂയ. സാറിന്റെ ലുക്ക്, സാറിന്റെ ഡാൻസ് ഏറ്റവും അസൂയ. ആനകയ്ക്ക് ഇത് കഴിഞ്ഞൊരു ബിരിയാണി ഉള്ളതാണ്. അതുകൊണ്ടല്ലേ ഓളെ ഭർത്താവിന്റെ അടുത്ത് നിന്ന് അവളുടെ എക്സ്പീരിയൻസ് ആയിരിക്കും പറയണേ അല്ലേ? പ്രഷർ അത് സത്യമായിട്ട് ഇവിടെ എല്ലാവർക്കും ഉണ്ട് അല്ലേ? എല്ലാ ചേട്ടന്മാർക്കും ചെറുതായിട്ടെങ്കിലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഒരു വിഷമവും സങ്കടമൊക്കെ ഉണ്ട്. കാരണം സ്വാഭാവികം. പക്ഷെ ആരും പുറത്ത് കാണിക്കില്ല, അത്രേ ഉള്ളൂ. ഇടയ്ക്ക് രാജുവേട്ടനൊക്കെ എനിക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളത് ഞാൻ രാജുവേട്ടനും കുട്ടേട്ടനൊക്കെയാണ്. സൗമ്യയുടെ പണ്ട് തൊട്ടേ ഇവര് പീല് വന്ന അഞ്ചുവേട്ടനൊക്കെ പിന്നെ അങ്ങനെ കുറെ ആയിട്ട് ഞാൻ അച്ഛനൊക്കെ കുഞ്ഞു ട്യൂഷനൊക്കെ എടുത്താ. രാജുവേട്ടൻ ഇടയ്ക്ക് കാണുമ്പോൾ എന്നോട് വയ്ക്കും സുഖല്ലേ പ്രസിഡന്റ്, പിന്നെ വേറെ ഒന്നും ചോദിക്കില്ല, അതിൽ തന്നെ ഉണ്ടാവും. ഓക്കെ ഞാൻ സന്തോഷം, ഞാൻ പോവും. അനാവശ്യമായിട്ടുള്ള ചീത്തപ്പേരുകളാണ്. ഞാൻ വളരെ നല്ലവനാണ്. അത് ആ പോയിന്റാണ് എനിക്ക്. അതായത് ഇപ്പൊ ഒരു നമ്മൾ ട്രസ്റ്റ് ചെയ്തൊരു സ്ഥലത്ത് ഇത്ര ലോങ് പീരീഡ് നിൽക്കണമെങ്കിൽ അതിൽ സംതിങ് ഇസ് ദേർ റൈറ്റ്. ഇപ്പൊ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മള് പി തുടങ്ങിയിട്ട് ഏകദേശം 8 വർഷമായില്ലേ സജിമോള? നമ്മള് 8 വർഷം നമ്മൾ പി തുടങ്ങിയിട്ട് എല്ലാ ഈ ഞാൻ മുന്നേ കുറച്ച് കാര്യങ്ങൾ ചെയ്തെങ്കിൽ പോലും നമുക്ക് സക്സസ് ഉണ്ടായത് ഇതിൻ്റെ ഉള്ളതാണ്. കുറച്ച് ആളുകൾ നമ്മളെ തിരിച്ചറിഞ്ഞതും നമ്മളെ പറ്റി സംസാരിക്കാൻ തുടങ്ങിയതും ഒക്കെ ഈ പീൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനം, ഞാൻ എപ്പോഴും പീൻ്റെ മുന്നിൽ നിന്നാണ് ഡാൻസ് ചെയ്യുന്നത്. ഞാനിത് എവിടെയും പറഞ്ഞിട്ടില്ല. ഇത് നമ്മുടെ ഇതിൽ പറയേണ്ട ആവശ്യമുണ്ടോ ചോദിച്ചാൽ അതിൽ ചെറിയൊരു കാര്യമുണ്ട്. അപ്പം അത് പറയാൻ തോന്നി. അപ്പം അതുകൊണ്ട് പറയാണ്. ഞാനിതിൻ്റെ ഈ കാര്യം പറയുമ്പോൾ ഞാൻ സജിമോളുടെ അടുത്ത് ഞാൻ പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് പറയണോ വേണ്ട എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയാണ്, സസ്പെൻസ് അങ്ങനെയൊക്കെയല്ല. നിങ്ങൾ വീഡിയോ കാണുന്നത് നമ്മൾ പീൻ്റെ മുന്നിൽ നിന്ന് ഈ സ്ഥാപനമാണ്. അപ്പോൾ ഇത് വലിയൊരു സ്ഥാപനം. നമ്മളൊരു 5-8 വർഷം മുന്നേ അത്രയും പൈസ മുടക്കി ഒരുപാട് വലിയ എക്സ്പെൻസ് ആയിട്ട് ചെയ്ത ഒരു സ്റ്റുഡിയോ ആയിട്ടായിരുന്നു ഈ സ്ഥാപനം ചെയ്തത്. ഇതൊരു സാധാരണ ഒരു ടെറസാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ ഇതൊക്കെ ചെയ്ത് ആ സമയത്ത് AC ഉള്ള ഫ്ലോറും മൊത്തം നമ്മൾ AC ഉള്ള ഫ്ലോറും അപ്പോൾ പുറത്ത് ഫുൾ ACP വർക്കും ഒക്കെ ചെയ്ത് നമ്മൾ ഈ നിമിഷം ഈ ബിൽഡിങ് ഇല്ലാണ്ടാവുകയാണ്. ഇനി നമ്മൾ പി സ്കൂളിൻ്റെ വീഡിയോ ഡാൻസ് ഞാൻ ഈ സംഭവം തന്നെ നിർത്തിയാലോ എന്നൊക്കെയുള്ള സിറ്റുവേഷൻ, അത്രയ്ക്കും പെയിൻ സഹിക്കാൻ പറ്റാത്ത കുറച്ച് ഇഷ്യൂസ് ഇതിൻ്റെ മുകളിൽ. ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് അതായത് ഇത് നമ്മൾ സാധാരണ ഒരു ടെറസിൻ്റെ മുകളിൽ ചെയ്ത ബിൽഡിങ്ങാണ്. സാധാരണ ഇരുമ്പിൻ്റെ ഷീറ്റ് ഇട്ട് നമ്മൾ ഡാൻസ് ക്ലാസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും കുട്ടികളെ കയ്യിൽ നിന്ന് ഫീസ് കിട്ടി പഠിക്കുന്ന അതിനെക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഒരു വലിയ നമ്പറുള്ള ഒരു ബിൽഡിംഗ് നമുക്ക്, അതായത് കോർപ്പറേഷൻ വൈസ് നമുക്കൊരു നമ്പറുള്ള ബിൽഡിംഗ് വെച്ചിട്ടൊന്നും റെന്റ് കൊടുത്തിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും കലാപരമായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക്, അതായത് കുഞ്ഞു കുട്ടികളെ കയ്യിൽ നിന്ന് പൈസ കിട്ടിയിട്ടോ അല്ലെങ്കിൽ ഇവരൊക്കെ ജോബിലോ പെൺകുട്ടികളാണ് അവരൊക്കെ. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ നമുക്ക് വളരെ ചുരുങ്ങിയ റെന്റിൽ നമുക്ക് ഇതുപോലുള്ള സ്ഥാപനം പോകും. പക്ഷെ ഇപ്പം നിയമം മാറി. ഇപ്പം എന്താന്ന് വെച്ചാൽ ഇതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ അടച്ചു പൂട്ടണം എന്നുള്ള സിറ്റുവേഷനാണ്. അപ്പം നമ്മൾ ഇത്രയും കാലത്തെ ഇതെൻ്റെ സോള് പോലെ എൻ്റെ എപ്പോഴും ഇവിടെ വരുമ്പോൾ എൻ്റെ ഒരു ശ്വാസം പോലും ഇതിൻ്റെ മുകളിൽ അത്രയ്ക്കും ഇതിൻ്റെ മുകളിൽ ഞാൻ ഡെഡിക്കേറ്റ്. ആര്യമോൾക്കറിയാം, ഞാനും ആര്യമോളും കുറച്ച് സംസാരത്തിൽ ആ സമയത്ത് 8 വർഷം മുന്നേ പ്രജേട്ടന് ഫുൾ ടൈം പ്രജേട്ടന് ഫുൾ ടൈം അതാണ് ഇതാണെന്ന് പറഞ്ഞപ്പോൾ പ്രജേട്ടന് ഫുൾ ടൈം ഡാൻസ് ആണ്.
അപ്പം ഏട്ടൻ ഇന്ന് കാണാൻ പോലും കിട്ടില്ല എന്ന് പറയുമ്പോഴും ഞാൻ എൻ്റെ ഫാമിലിയേക്കാൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് ഈ സ്ഥാപനത്തിലായിരുന്നു. അതിപ്പം നിയമപ്രകാരം ഇടിച്ചു പൊളിക്കാനുള്ള അനുമതിയൊക്കെ കിട്ടി. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഒരു ഏറ്റവും വലിയൊരു ഭാഗ്യം എന്താ വെച്ചാൽ ഈ ഫ്ലോറിലുള്ള ലാസ്റ്റ് വീഡിയോ ആണത്. അയ്യോ ചേട്ടാ, അയ്യോ ഡോണ്ട് വറി. അത് പറയണ്ടായിരുന്നു ആക്ച്വലി. ചേട്ടാ, ഓണായിട്ട് ചേട്ടൻ 0ന്ന് തുടങ്ങിയ ആളല്ലേ, ആൻഡ് ആ 0ന്ന് സ്റ്റെപ്പിങ്സ് വെച്ചിട്ട് IP മൂമെന്റിൽ നിക്കണേ. അത് അയ്യോ ചേട്ടാ, മുഖം കണ്ടോണ്ടിരുന്ന ആർക്കും അയ്യോ ഞാൻ കരയുന്ന ഒരു ടൈപ്പല്ല. അയ്യോ ഓക്കേ. ഇവിടെയുള്ള ലാസ്റ്റ് വീഡിയോ പക്ഷെ ജാങ്കോ സ്പേസ് നിങ്ങളെ വിളിക്കുമ്പോ, ജാങ്കോ സ്പേസ് നിങ്ങളെ ചേട്ടനെ വിളിക്കുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ എനിക്കറിയാം സജിമോളും ഞാനും അങ്ങനെ തുടങ്ങിയപ്പോ അതിമോളുടെ ഒരു സപ്പോർട്ട് ഒരു ഭയങ്കര ഒരുപാട് ആൾക്കാരുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ തുടങ്ങുമ്പോ. അപ്പോ ഈ ഇവിടെ ഒരുപാട് ഇവരൊക്കെ എന്റെ കൂടുതലുള്ള കുട്ടികളൊക്കെ ഫാമിലിയിലാണെങ്കിലും ഫുൾ ടൈം ഡാൻസ് കേൾക്കുന്നു അറിയുന്നു. അപ്പോൾ ഒരുപാട് പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇവിടെ വരുമ്പോൾ എല്ലാവർക്കും ഞാൻ ഒരു പോസിറ്റീവ് കൊടുക്കുകയായിരുന്നു. അതിന്റെ സപ്പോർട്ട് സജിമോൾ ഫാമിലിയിലാണെങ്കിലും എല്ലാവരും സപ്പോർട്ട് ആണെങ്കിൽ പോലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനൊക്കെ ഉറപ്പിച്ച് ഒരു സ്ട്രോങ് ആയിട്ട് നിന്നപ്പോൾ അവസാനം ഇത് പൊളിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ചേട്ടാ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടല്ലോ ചേട്ടൻ ആക്ച്വലി നമുക്ക് സ്ഥാപനങ്ങളൊക്കെ ഇനിയും കെട്ടിപ്പോക്കാം. പക്ഷെ നമ്മൾ ചില സിറ്റുവേഷനിൽ കൂടുതൽ ഒരു നമ്മളെ കൂടെ എന്തും ഒരു തിങ്സ് ആയിക്കോട്ടെ എന്തും കൂടെ അടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സെന്റിമെന്റ്സ് വരും. എന്തിനോടും ഞങ്ങൾ വാടകയ്ക്കുന്ന വീടിനോടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വീടിനേക്കാളും എല്ലാത്തിനേക്കാളും എൻ്റെ ലൈഫിൽ കല്യാണം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ജീവിതം സ്റ്റാർട്ടായത്. ആ സമയത്താണ് ജീവിതം എന്താണ് ഒരാളോടുള്ള പെരുമാറ്റം, ഒരു ഫാമിലി എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, ആൾക്കാരോട് എങ്ങനെയാണ് പെരുമാറുക, ഒരു പ്രൊഫഷൻ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക, ഒക്കെ എനിക്ക് വലിയൊരു ലെസൺ കിട്ടിയത് ഈ സ്ഥാപനത്തിനുള്ളതാണ്. അപ്പോൾ ഇതൊരു നിമിഷം വന്നിട്ട് നമ്മളെടുത്ത് പറയാം ഇത് അൺഓതറൈസ്ഡാണ്, ഇതൊക്കെ ഇടിച്ച് പൊളിക്കണം, നമ്മൾ പറ്റണ പോലെ കുറേ ഓടി ഞാൻ ഇത് ലാസ്റ്റ് വീഡിയോ ആണ്. മീൻസ് ഡാൻസ് ഞാൻ കളിക്കും, വേറെ എപ്പോഴെങ്കിലും വേറെ സ്ഥാപനമൊക്കെ കൊണ്ടുവരികയായിരിക്കും. എൻ്റെ കുട്ടികൾ ഇത്രയും എനിക്ക് ഒരുപാട് കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ സാധാരണ കമൻസ് ഒക്കെ പറയും 4 സ്റ്റെപ്പാണെങ്കിലും അതിലും എന്ത് പറയുമ്പോഴും ഞാൻ എന്തും സന്തോഷത്തോടെ എടുക്കാം. പക്ഷെ അവസാനം ക്ലൈമാക്സ് വരുമ്പോൾ എനിക്ക് എത്ര കാലം ഡാൻസ് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നോ എന്താക്കും ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ ഇതില്ലാണ്ടാവാന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സഹിക്കാൻ പറ്റാത്ത പെയിൻ ഉണ്ട്. പക്ഷെ നിങ്ങളൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ട് എപ്പോഴും വേണം. ഞങ്ങൾ അടിപൊളിയായിട്ട് ഇനിയും നിങ്ങളെ മുന്നിലേക്ക് വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ ആയിട്ട് മലയാളം പാട്ടൊക്കെ കിട്ടുന്നുണ്ട്. ഇത്രയും നേരം ചിരിപ്പിച്ചിട്ട് അല്ല ഞാൻ ടെൻഷൻ ആവും ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. അത് ഒരു വിഷയമില്ല ചേട്ടൻ ബി റിയൽ അത്രേ ഉള്ളൂ. നമ്മളെല്ലാവരും കൂടെ ചേട്ടാ ഈ ഒരു ഫാമിലിയല്ലേ നമുക്ക് ഇമ്പോർട്ടന്റ്. അല്ലാതെ ഇനി നമുക്ക് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ബിൽഡിങ്സ് നമ്മൾ ഇനിയും സംഭവം എന്താന്ന് ചേട്ടൻ ഇപ്പൊ പറഞ്ഞില്ലേ ബിൽഡിങ്സ് നമുക്ക് ഇപ്പത്തെ ഒരു ലെവൽ വെച്ചിട്ട് വേറൊരു ബിൽഡിംഗ് എടുക്കുന്നത്. കാരണം ഏട്ടന്റെ കൂടെ എന്തായാലും മരിക്കുന്ന വരെ സജിമോള് എന്തിനും ഏത് സാഹചര്യത്തിലും കൂടെ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കൊരു പുതിയ ബിൽഡിംഗ് ചെയ്യുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടല്ല ആക്ച്വലി. പക്ഷെ ഇവിടെ ഞങ്ങളിത് തുടങ്ങിയ കാലം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മുന്നത്തെ ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ സജിമോളെ കാര്യം പറഞ്ഞത്, ഒന്നും അല്ലാത്തൊരു സ്റ്റേജിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് ഡാൻസിനൊക്കെ വേണ്ടി ഒരു ഫിറ്റ്നസിന് വേണ്ടി കണ്ണും പൂട്ടി ഒന്നുമല്ലാത്ത ഇന്ന് പ്രജേട്ടനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പലരും ഉണ്ടാവും. പക്ഷെ ഒന്നും അല്ലാത്ത കാലത്ത് ഒരാൾ നമ്മളെ വിശ്വസിച്ച് നമുക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് അവരുടെ ഇടയിലുള്ള ഒരു ബോണ്ട് അത്രയും ഉണ്ടായിട്ടാണ് ആ ഫ്രണ്ട്ഷിപ്പിന്റെ. സോ അന്ന് ഇതൊരു സ്ഥാപനമല്ല ആക്ച്വലി, ദിസ് ഇസ് മോർ ലൈക്ക് എ ഹോം. ഇവിടെയുള്ള എല്ലാവർക്കും ഞങ്ങൾക്കൊക്കെ ഞാൻ ഇവിടെ സത്യത്തിൽ അങ്ങനെ വരുന്ന ആളെ അല്ല പീല്. എൻ്റെ കരിയർ ഡിഫറെൻ്റ് ആണ്, പുള്ളിയുടെ ഡിഫറെൻ്റ് ആണ്. പക്ഷെ വരുന്ന സമയത്താണെങ്കിൽ പോലും ഞാനും പ്രജേട്ടനും തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ഉണ്ടായിട്ടുള്ളത് ഇത് തന്നെയാണ്. കാരണം പി എപ്പോഴും ആയിട്ടുണ്ട് പി മതി, ഡാൻസ് സ്കൂൾ മതി എന്നുള്ളത്. പക്ഷെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോൾ
ഞാൻ അന്ന് അത് പറഞ്ഞു പോയതിൽ വരെ എനിക്കിപ്പോൾ സങ്കടം തോന്നുക. കാരണം ഞാൻ ഇടയ്ക്ക് ദേഷ്യം പിടിച്ചിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെങ്കിലും ഒരു സൈഡിന് ലീവ് എടുത്ത് ഇരുന്നൂടെ, ഈ പി ഒന്ന് നിർത്തി കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് അത്രയും പ്രഷറിലൊക്കെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. പേഴ്സണലി ഇപ്പോഴത്തെ ഏട്ടൻ്റെ പെയിൻ കാണുമ്പോൾ എനിക്ക് ഈശ്വര ഭഗവാനെ വീട്ടിൽ എനിക്ക് തന്നെ ഒരു കുറ്റബോധം തോന്നുന്നു എൻ്റെ അടുത്ത് തന്നെ. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊരിത് വരത്തില്ലേ. പക്ഷേ ഈ ഒരു ഇത് ഇനി വേറൊന്ന് മാറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഹോം ഇസ് ഓൾവേസ് എ ഹോം, റൈറ്റ്? അത് എത്രയൊക്കെ നമ്മൾ മാറിയാലും നമ്മുടെ റൂട്ട് നമുക്കൊരിക്കലും വിട്ടുപോയില്ല. ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആ ഇമോഷൻ ഉണ്ട്. എല്ലാവരും ഡീപ്ലി കണക്റ്റഡ് ആണ് പി ആയിട്ട്, ഫ്ലോറുമായിട്ട്, ഈ സ്ഥലവും. ഒരുപാട് ഓർമ്മകളുണ്ടടാ, ഒരുപാട് മെമ്മറീസ് ഉണ്ട്. ആ മെമ്മറീസ് ആണ് നമുക്കുള്ള പെയിൻ. അല്ലാതെ ഒരു ഇത് നഷ്ടപ്പെടുന്നതോ പുതിയത് ഉണ്ടാക്കാൻ പറ്റാത്തതിൻ്റെ അല്ല. വി ആർ ലൈക്ക് ആ മെമ്മറീസ് മാറിപ്പോവാണല്ലോ. അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പിന്നെ വേറെ ഒരു കാര്യം, ഇതുപോലെ എന്താന്ന് വെച്ചാല് ടെറസിന്റെ മുകളിലും ഷീറ്റ് ഇട്ടിട്ടും ഫാനും AC ഒന്നും ഇടാൻ പറ്റാത്ത ഒരുപാട് കലാകാരന്മാരുണ്ടാവും. അപ്പോൾ അവരോടൊന്നും ഇങ്ങനെ ചെയ്യാതിരിക്കുക. ആരടുത്തും അതിനോട് മാത്രം ഇനി ഇതൊരു വലിയൊരു നയമായിട്ട് ഇപ്പൊ എല്ലാം ഭയങ്കര നയമം അടിപൊളിയാണ്. എല്ലാം അവരെ കണ്ണിൽ ഗവൺമെന്റ് രീതിയിൽ നോക്കുമ്പോൾ എല്ലാം കറക്റ്റ്, നല്ലതാവട്ടെ, രാജ്യം വലുതാവട്ടെ, അങ്ങനെ ആവട്ടെ. അപ്പോൾ ഇതിപ്പോൾ സാധാരണക്കാര് നമ്മളിപ്പോൾ എനിക്ക് ദൈവം സഹായിച്ച് സജിമോൾ അതിനുള്ളൊരു പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ്. ഇപ്പം നമുക്ക് നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് ഒരു എന്തൊക്കെയോ തന്നെ എന്നാലും കഷ്ടപ്പെടണം. പക്ഷെ സാധാരണക്കാർക്ക് പാവം പിടിച്ച കുറേ ആൾക്കാരുണ്ട്. അപ്പം അവരുടെ അടുത്തേക്കൊക്കെ ഇതുപോലുള്ളൊരു നിയമം വരുമ്പോൾ അവരുടെ നിയമം ഒരു ഭാഗത്ത് വെച്ചിട്ട് അവരുടെ ഫീലിങ്സും കൂടെ വാല്യൂ കൊടുക്കുക, ചിന്തിക്കുക. അത്രയും ടച്ച്. അയ്യോ പോട്ടെ, ശരിക്കും പറയുകയാണെങ്കിൽ ഗോഡ് ഹാസ് എ പ്ലാൻ. ഇവിടെ എത്തും നമ്മൾ വിചാരിച്ചില്ലല്ലോ. ചേച്ചി പറഞ്ഞ പോലെ ആ ഒരു ഹോം ഇവിടെ ഉണ്ട്. അതെ, നമ്മളെല്ലാവരും വിചാരിച്ച് റീക്രിയേറ്റ് ചെയ്ത് എടുക്കാവുന്ന അത്രേ ഉള്ളൂ. ഇത് പെട്ടെന്നുള്ളൊരു ലോസ് ആണ്. മീൻസ് ആ ഒരു ടെൻഷൻ അത് മാറും ഉറപ്പായിട്ടും, അല്ലേ? നമ്മളെല്ലാവരും ഒരുമിച്ചായാൽ അതൊരു വീടായി. അത് എവിടെയാണെങ്കിലും അവിടെ ഹാപ്പിനെസ് വരും. ഇത് താൽക്കാലികമായിട്ടുള്ളൊരു മറ്റേ ഈ വിരഹം ക്ഷണിതമല്ലേ എന്നുള്ള രീതിക്കുള്ള ഒരു വിരഹം മാത്രമാണ്. അത്രേ ഉള്ളൂ. കൂൾ ഡൗൺ. ഏട്ടൻ ഓഫായാൽ ഞങ്ങളുടെയൊക്കെ മൂഡ് പോലെടാ. ഓണം മൊത്തത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഇവര് നേരത്തെ പറഞ്ഞ ഇവര് ദൂരത്ത് നമുക്ക് വേണ്ടി വന്നിട്ട് അവരെയൊക്കെ വിഷമിപ്പിക്കുന്നത് ശരിയാണോ? പക്ഷെ പുള്ളി പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശരിയാ. ഈ ഫിറ്റ്നസ് പോലത്തെ അല്ലെങ്കിൽ ഡാൻസ് സ്കൂൾസിനൊക്കെ കിട്ടുന്ന ഒന്ന് ആലോചിച്ചൊക്കെ ഒരു കുട്ടിയുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് അടുത്ത് വാങ്ങുന്ന ഫീസിനൊക്കെ ദർ ഇസ് എ ലിമിറ്റേഷൻ, റൈറ്റ്? സോ ഇത്രയും വലിയ ഇപ്പോഴത്തെ ലെവലിൽ ബിൽഡിങ്സിനൊക്കെ 1.5 lakhs വരെയൊക്കെ റെന്റാണ്. ഇത്ര നമുക്ക് കിട്ടുന്ന ഇൻകം വെച്ചിട്ട് അത്രയും റെന്റ് ഒന്നും അഫോർഡ്. അപ്പൊ ഇങ്ങനത്തെ നിയമങ്ങൾ വരുമ്പോൾ നമ്മളെക്കാളും ഡൗൺ ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് ഡാൻസേഴ്സും ട്രെയിനേഴ്സും ഒക്കെ ഉണ്ട്. അവരൊക്കെ ഇത് നല്ല രീതിയിൽ ബാധിക്കും, ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. കാരണം അവർക്ക് പെട്ടെന്ന് അത് അഫോർഡ് ചെയ്യാനും ഒരു പെട്ടെന്നുള്ള ഒരു അഴിച്ചുപണി ആർക്കും പറ്റില്ല. അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവും. നമുക്ക് കിട്ടുന്ന വരുമാനം വെച്ചിട്ടല്ലേ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റൂ. അതാലോചിക്കുമ്പോൾ ഒരു വിഷമം. സജിമോളുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ല, ബാക്കിയുള്ളവരെ കാര്യം ആലോചിക്കുമ്പോഴാണ്. സജിമോളാണെങ്കിലും സജിമോൾ ഒരൊറ്റ ലേഡിയാണ്. ആ ഒരൊറ്റ ലേഡി എന്തൊക്കെയോ ഓടിപ്പിടച്ച് ചെയ്യണം എന്നുള്ളത് നമ്മളാ കാണുന്നത്. അത് അത്രയും കഷ്ടപ്പെടുന്ന ഒരാളാണ്. ഫാമിലി നോക്കാനും ഒരുപാട് സ്ഥാപനം കൊണ്ടു നടക്കാനും. അല്ലാതെ ആളുടെ സ്വത്ത് പ്രകാരവും അങ്ങനെ വന്നതൊന്നല്ല. ആ ലേഡി എനിക്കറിയാവുന്ന കഥ ഇതാണ്. ഞാനും സജിമോളും 9 വർഷമായിട്ടുള്ള ഒരു കണക്ഷനാണ്. എൻ്റെ ഏറ്റവും വലിയ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ ദൈവത്തിനെ പോലെ കാണുന്ന ഒരാളാണ്. ആള് ഒറ്റയ്ക്ക് ഓടി നടന്ന് ഉണ്ടാക്കിയതാണ് എല്ലാം. അതിനൊരു വിയർപ്പുണ്ട്. എനിക്ക് സെൻഡ് ചെയ്തിരുന്ന പൈസക്ക് പോലും ഒരു വലിയ പേരുണ്ട്. എല്ലാം അടിപൊളിയാണ്. ചേട്ടാ കരയില്ലേ? വേറെന്താ ഗെയിമിലേക്ക് കഴിഞ്ഞു. എന്തിലേക്കും പോകും. ഇനി ചാപ്റ്റർ ഓക്കെ ആണ്. എല്ലാവരും മനസ്സിലായി. അങ്ങനെ പഴയ ഉഷാറിൽ അല്ല, ചേട്ടനിപ്പോ പറയുമ്പോ എനിക്ക് മനസ്സിലാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ പറയുമ്പോ ഫീലിംഗ് കരിയാണോ? ഇല്ല, കഴിഞ്ഞു. മാഷ് സെറ്റാണ്. ഇപ്പൊ പിള്ളേര് സെറ്റ് അല്ലേ? പിന്നെ ഉഷാറല്ലേ? ഒന്ന് കൈ അടിച്ചേ. പവർ വരട്ടെ. നമുക്കൊരു
വിളിക്ക്, ആർപ്പ് വിളിക്ക്. ഞാൻ മമ്മോട് അയ്യോ ഞാൻ വിളിച്ചെന്റെ തൊണ്ട പോയി നിൽക്കുക. ആ, കരോക്കെ പാട്ട് കൊടുത്താ ഒരു ആർപ്പ് വിളിച്ചേ. ഒരാർപ്പോ നമുക്ക് വേണ്ടി വിളിക്കങ്ങോട്ട്. നേരത്തെ സൗണ്ട് അല്ല അല്ല അല്ല, വിളിക്ക് വിളിക്ക് വിളിക്ക്. എല്ലാരും കൂടെ നിങ്ങളുടെ സൈഡ് ആർപ്പ് വിളിച്ച് നമുക്ക് വിളിക്കാം. ഓക്കെ ഡാ. 1 2 3 സ്റ്റാർട്ട്. ഇറോ, ഇറോ, ഇറോ. അതാണ് നമ്മുടെ പവര്. ഓക്കെ ആയോ? ഓ സെറ്റ്. അതാണ് സാറ് എക്സ്പ്രസ് ചെയ്യുന്ന സ്റ്റൈൽ, ഇപ്പൊ ദേഷ്യാണെങ്കിലും സ്നേഹാണെങ്കിലും അത് നല്ല ഫുൾ 100% എക്സ്പ്രസ് ചെയ്യും. അത് എല്ലാവർക്കും അങ്ങനെ പറ്റില്ല. ഇതിപ്പോ കരഞ്ഞില്ലേ, അത് ഭയങ്കര ഇഷ്ടം എനിക്ക് അത് express ചെയ്യുന്നത്. പറഞ്ഞത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എക്സാക്ട്ലി. ഇപ്പൊ ഇപ്പൊ നമ്മൾ പറയുന്നില്ല, ദേഷ്യം ഉണ്ടെന്ന് പറയുമ്പോൾ ആളുകൾ ഓ ഭയങ്കര ദേഷ്യക്കാരെന്നുള്ള രീതി കാണും. പക്ഷെ ആളുടെ എല്ലാ ഫീലിങ്സും അങ്ങനെയാണ്. സങ്കടം വന്നാൽ കരയും, ദേഷ്യം വന്ന ദേഷ്യം പിടിക്കും, ചിരിക്കാൻ തോന്നിയാൽ ചിരിക്കും. ഒന്നിനും ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഇല്ല. ഓപ്പൺലി എക്സ്പ്രസ് ചെയ്യുന്ന ടൈപ്പ്. അത് സാറിന്റെ അമ്മേന്റെ അടുത്ത് കിട്ടിയിരിക്കും. അയ്യോ അമ്മയ്ക്ക് ദേഷ്യത്തിന് പോലും ഇല്ല അമ്മയ്ക്ക്. എക്സ്പ്രസ് ചെയ്യുന്ന ആ ശരി, അമ്മയുടെ സ്നേഹം, അമ്മയാണ് ഇങ്ങനെ ഭയങ്കര ലവ് ഇങ്ങനെ ചൊരിയുന്ന അമ്മയാ. ഡാഡിയുടെ ദേഷ്യം കിട്ടിയേക്കുന്നത് സ്ട്രോങ് ആണ്. ദേഷ്യത്തിന്റെ ലജ്ജിച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ടേ ചെയ്യുമ്പോ ഒരിടയ്ക്ക് ഒരു ട്രോളൊക്കെ വന്നായിരുന്നു. പിന്നെ? ഭയങ്കര ദേഷ്യാണ്, തല്ലിയ കഥയൊക്കെ പറഞ്ഞു. ഞാൻ നോക്കുമ്പോ ഫുൾ ട്രോളുകളാണ്. അപ്പൊ അതിനെന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ കൊടുക്കാറുണ്ട്? അറിയത്തില്ല. പക്ഷെ അതിപ്പോഴും ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ അന്ന് പറഞ്ഞത് ഇത്രേ ഉള്ളൂ, വഴക്കുകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ എന്താണെങ്കിലും ഏത് ജീവിതത്തിൽ അതില്ലാതിരിക്കുക. ഈ പറയുന്ന ആളുകളുടെ എല്ലാവരുടെ ലൈഫിലും സംഭവിച്ചിട്ടുണ്ടാവാം. വൺസ് ആ വഴക്കുകളിൽ കൂടുതലായിട്ട് നമ്മൾ പറ്റുന്നില്ല എന്നൊരു സ്റ്റേജ് വരുമ്പോഴാണ് ബന്ധങ്ങൾ നിലനിൽക്കാതെ ആവുക. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ അടി കൂടി, അവർക്ക് ആ അടി മാത്രമാണ് അവരുടെ ലൈഫെങ്കിൽ ഒരിക്കലും അത് കണ്ടിന്യൂ ആവില്ല. സോ അത് ഡിവോഴ്സ്ഡ് ആവും, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. ഞങ്ങൾ ഇന്ന് നിലനിൽക്കുന്നത് ആ വഴക്കിനേക്കാളും ഉപരി ഒരു സ്നേഹം ഞങ്ങൾക്കിടയിലുണ്ട്. വഴക്കുകൾക്കെല്ലാം ഞങ്ങൾക്ക് പ്രയോറിറ്റി ഉള്ള വഴക്കുകൾ ഉണ്ടാവും, സ്നേഹത്തിലുണ്ടാവുന്ന തട്ടലും മുട്ടലും പ്രശ്നങ്ങളും എല്ലാ ജീവിതത്തിലും പോലെ ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. സ്റ്റിൽ ഐ എം ടെല്ലിങ് ദാറ്റ്. അതിൽ ഒരു മാറ്റവും ഇല്ല. അതൊക്കെ ഓവർകം ചെയ്തു, അന്നത്തെ സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്ന് ഞങ്ങൾ ഹാപ്പിയായി ജീവിക്കുന്നു. ഇന്നും ഞങ്ങൾ വഴക്കുണ്ടാക്കാറുണ്ട്, സംസാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഹാപ്പി അല്ലടാ, അത്രേ ഉള്ളൂ. അതിലപ്പുറം ഒന്നുമില്ല. പിന്നെ ബാക്കിയുള്ളവർ എന്ത് പറയണോ അതവരെ പറയട്ടപ്പാ. നമുക്കിപ്പോ എന്താ, നമ്മൾ ഹാപ്പിയാണ്. പോകുന്നിടത്തോളം കാലം ഞങ്ങൾ ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് പോകും. ദാറ്റ്സ് ഇറ്റ്. ഒരു കാര്യം കൂടെ പറയട്ടെ, ഇവിടെ വന്നാലില്ലേ സേഫ് ആണ്, പേടിക്കണ്ട. ഏത് പാതിരാത്രിക്ക് വെച്ചാലും ഒറ്റയ്ക്ക് വന്ന് ഡാൻസ് കളിച്ചു പോവാം സാറിന്റെ കൂടെ, ഒരു പ്രശ്നമില്ല. ഇല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ ഇത്ര നാളായിട്ട് സാറിന്റെ അടുത്ത് ചേട്ടൻ്റെ ഒരു ട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഇവര് പറയുകയാണെങ്കിൽ പിന്നെ ആരാ അതിന് എക്സ്പ്ലനേഷൻ തരണ്ടേ? ഇവരല്ലേ ഇത് പറയേണ്ട ആൾക്കാർ. ഇവര് സേഫ് ആണ്. ഇത്ര 8 വർഷമായി. ചേച്ചി എത്ര 8-9 വർഷമായില്ലേ? ഞാൻ ഒരു കൊല്ലായിട്ടുള്ളൂ, അതിൽ 3 months ക്ലാസ്സിന് വന്നിട്ടുള്ളൂ. കേസ് ഇത് തന്നെയാണ്, അവിടെ ദുബായിലുള്ളത്. ഇത് പറഞ്ഞ വരുന്നത്. അപ്പൊ അവരാണ് പറയേണ്ടത് ഇവിടെ സേഫ് ആണോ, ഇവിടെ എങ്ങനെയാണെന്ന് പറയാനുള്ള റൈറ്റ് കംപ്ലീറ്റ് അവർക്കാ ഉള്ളത്. പുറത്തുള്ള ആൾക്കാരുടെ ജഡ്ജ്മെന്റ്സിനോട് നോ വാല്യൂ. എന്തും പറയാലോ, കയ്യിലൊരു ഫോൺ ഉണ്ടെങ്കിൽ എന്തും കമന്റ് ചെയ്യാം, എന്തും. ഇപ്പൊ തന്നെ ഞങ്ങളുടെ ആ ഒരു കോൺട്രവേഴ്സി സമയത്ത് എനിക്ക് ഏറ്റവും പെയിനായത് ഞങ്ങളെ പറഞ്ഞല്ലോ, എല്ലാരെയും കുറിച്ചിട്ടുണ്ടായിരുന്നു. ഓ ഈ കണ്ട സ്ത്രീകൾ മൊത്തം ഈ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുള്ള രീതിയിലാണ് ആളുകൾ. അപ്പൊ ഒന്നും അറിയാതെ ആൾക്കാർ ഒരു സൈഡിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇത് കാണുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും ഇവിടെ എത്രത്തോളം ഹാപ്പിനെസ് ഉണ്ട്, എത്രത്തോളം സേഫ്റ്റി ഉണ്ട്, ഞങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ഫാമിലി കൊണ്ടുപോകുന്നത് എന്നുള്ളത്. ദിസ് ഇസ് ദ റിയാലിറ്റി ഗൈസ്. അതാണ് ഇവരാണ് പറയേണ്ടത്. പറ്റാത്ത മനുഷ്യന്മാരില്ല. ആദ്യത്തെ സ്റ്റൈലിൽ ചിലപ്പം ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ അവരുടെ വഴക്കിന്റെ രീതി ഞാൻ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം അടിപൊളിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് പോകുന്ന പ്രശ്നങ്ങളില്ലാത്ത ലൈഫും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം ആര്യമുള്ള ഒരു ഇതെന്ന് വെച്ചാല് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നോണ്ട് ചിലപ്പോ വെള്ളിയൊക്കെ വീണു. അപ്പൊ അന്ന് ശരിക്കും ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ സജിമോള്, എടാ അത് നമ്മൾ ഈ മറ്റേ കാവ്യാത്മകമായി പറയത്തില്ലേ, സാമ്പാർ കിട്ടാത്തതിന് ആരെയും കുരിശിർത്തി കൂപ്പിടിക്കോ. ഞാൻ ചുമ്മാ പറഞ്ഞ സാധനമാണ് അത്. ഞങ്ങളെ അത് നമ്മളിങ്ങനെ ഇടത്തില്ലേ വായില്ല, അങ്ങനെ ഇടുന്നു. ഇത് ഇവര് പിടിച്ചെടുത്ത് ഹെഡ്ലൈനും കൊടുത്ത് ഒരു ടാഗ് ലൈൻ ആക്കി എയറിലാവുമ്പോ ഉറങ്ങിയിരിക്കുമ്പോ ഞാൻ എപ്പോ ഇതെപ്പോ സംഭവിച്ചു എന്നുള്ള അവസ്ഥയാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിക്കും ഈ മൊമെന്റിൽ പറയണമെങ്കിൽ ചേട്ടൻ ഭയങ്കര ലക്കിയാ, ബിക്കോസ് യു ഗോട്ട് ഹെർ. ശരിക്കും
അങ്ങനെ പറ പുറത്തുള്ള നെഗറ്റീവ്സ് എന്തെങ്കിലും നമുക്ക് ഇഗ്നോർ ചെയ്യാം, പക്ഷെ വീട്ടിലൊരു നെഗറ്റീവ് വീട്ടിലൊരു നമ്മൾ ഡൗൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ലല്ലോ. പക്ഷെ അതിനിപ്പോ പറയുന്ന മാതിരി നമ്മളൊക്കെ ഹാപ്പി ആവാൻ കാരണം ആളുടെ ക്യാരക്ടർ കൊണ്ടാണ്. വഴക്കുകൾ ഉണ്ടായാലും നിലനിർത്താനും നമുക്ക് അറിയണം. ആൾക്കത് അറിയാം, എന്താ എവിടെ പറയണം, പറഞ്ഞാലും വഴക്ക് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും സ്നേഹിക്കാനും അറിയാം. അതുപോലെ തന്നെ നമ്മൾ കെയർ ചെയ്യുന്ന ഒക്കെ ഒരേ ലെവലിൽ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പെണ്ണുങ്ങളല്ലേ, നമുക്ക് പൊട്ടില്ലേ. ഞങ്ങൾ ഫസ്റ്റ്, പക്ഷെ ഞങ്ങളെ കെയർ ചെയ്യാൻ പുള്ളിക്ക് നന്നായിട്ട് അറിയാം. ഏത് രീതിയിലാണെങ്കിലും ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ഭാര്യയ്ക്ക്, ഫ്രണ്ട്സിനുള്ള ഫ്രണ്ട്സിന്, സ്റ്റുഡൻസിനുള്ള സ്റ്റുഡൻസിന് എല്ലാവരും ഈക്വലി ഈ കെയർ ചെയ്ത് ആ ഒരു ലെവലിൽ കീപ്പ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഞാനും പ്രജനും കളിച്ച മോസ്റ്റ് ഓഫ് ദ റൊമാൻറ്റിക് റീൽസിന്റെ എല്ലാരും പറയാറോ നല്ല കെമിസ്ട്രി. മെജോറിറ്റി ഓഫ് ദ റൊമാൻറ്റിക് റീൽസിന്റെ മുന്നേ നല്ല അടി കെമിസ്ട്രി, അങ്ങനെ ഒരു കെമിസ്ട്രി അവിടെ. അത് ശാലു ഒന്ന് പറഞ്ഞില്ലേ, ഇവര് മറ്റേ സോങ് ചെയ്തില്ലേ, വൈശാഖ സന്ധ്യ റീക്രിയേറ്റ് ചെയ്ത് ചെയ്തായിരുന്നു. അപ്പൊ ഞാനിത് കണ്ട് എനിക്ക് കുരുവൊട്ടി. അല്ല, നാച്ചുറലി ഞാൻ അവളോട് പറയും, അങ്ങനെ തന്നെ പറയേ. അപ്പൊ ഞാൻ ശാലിനെ വിളിച്ചില്ല, ശാലു പറഞ്ഞ എന്നെ ഇങ്ങോട്ട് വിളിച്ച്, എടോ ഈ കണ്ടോ എന്ന് വെച്ചാൽ അവർ കണ്ടു, നിനക്ക് ഫീൽ ചെയ്തോ? അപ്പൊ ഞാൻ പറഞ്ഞു ലൈറ്റ് ആയിട്ട്. അപ്പൊ എന്നോട് പറയാം, മോളെ ആ സമയത്തിന്റെ കൈ പിടിച്ച് എന്നോട് സംസാരിച്ച എന്താന്നറിയോ? ഞാൻ എന്താ ചെളുക്ക ഇങ്ങോട്ട് മാറിക്കുന്നു, ചീത്ത പറയാണ് ഒരു സൈഡിൽ. എത്ര ചീത്ത കേട്ടിട്ടാന്ന് പറയാ റീൽ എടുക്കുന്നത്. നീ ഉദ്ദേശിക്കുന്ന ഒന്നും അതിലില്ല, ഞാൻ ഉള്ളില് പ്രാഗി പണ്ടാർക്കാലം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ വീഡിയോയുടെ അങ്ങനെ. എന്നിട്ട് അവള് പറയാ, ഞാനത് ബസ് സ്റ്റോപ്പിൽ നിന്ന് ചിരിക്കുമ്പോഴേക്കുള്ളിൽ കലമണ വേഗം എടുക്കുന്ന രീതിയായിരുന്നു നീ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലം. പക്ഷെ അവളെന്നെ പറഞ്ഞേടാ, പക്ഷെ എടുത്തു വന്നപ്പോ എന്തൊരു കെമിസ്ട്രി, ഞാൻ തന്നെ ഞെട്ടിപ്പോയി കണ്ടിട്ട്. അതിന്റെ ബിഹൈൻഡ് സീൻസ് കാണണം. ഞാൻ ശരിക്കും കണ്ട ഞാൻ ചിരിച്ച് ചത്തില്ല എന്നുള്ളൂ. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ബീച്ചിൽ നിന്നൊക്കെ എന്തൊക്കെയാ ചീത്ത കേൾക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റെന്തൊക്കെയോ പറയില്ലേന്നോ, പാവാട പൊക്ക് മണ്ണിനോട് നടന്നിട്ട് കാല് വിളിക്കാൻ പോയിട്ട് പൊക്കടേ പൊക്കെന്ന് പറഞ്ഞിട്ട് ഞാനിതൊക്കെ കഴിഞ്ഞ ശീശൻ ഇങ്ങനെയായിരുന്നോ. വൻ കോമഡിയാ. ഇവരുടെ ബിഹൈൻഡ് സീൻസ് കണ്ടാൽ അറിയാം. ഈ പറഞ്ഞ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന് പറഞ്ഞ കറക്റ്റാ, അടി ഉണ്ടാക്കിയിട്ടായിരിക്കും റീല് പുറത്ത് വരുന്നത്. പക്ഷെ റീല് കാണുമ്പോ എന്ത് കെമിസ്ട്രി. ഇപ്പഴത്തെ ഇവിടെ യുദ്ധം നടന്നിട്ടുണ്ടാവും ഒരു സൈഡില്. അതെ, അവളുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നാക്കാണ്. ഭയങ്കര ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. ഡോക്ടറാണ് കേട്ടോ. പക്ഷേ അതെ, ഇംഗ്ലീഷിൽ പറയൂ, അതുകൊണ്ടൊരു ഗുണുണ്ട്. പ്രജന്റ് ഇംഗ്ലീഷ് അറിയാത്തോണ്ട് മനസ്സിലാവില്ല. ദിവ്യ മീൻസ് അവൾക്ക് ചീത്ത കേൾക്കാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ, അവള് എന്റെ ഒരു ബിസിനസ്സിൽ ഞങ്ങളൊരു മൂവി ഒരുമിച്ച് ചെയ്തതിൽ അവളൊരു ഒരു പാർട്ടായിരുന്നു, ഒരു പ്രൊഡ്യൂസറായിരുന്നു. പിന്നെ മാത്രമല്ല ദിവ്യയാണ് നമ്മളെ ഇൻസ്റ്റഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഒന്നാമത് ആക്ച്വലി പ്രജന്റ് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അതെ, എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഇങ്ങനെ ഫോഴ്സ് ചെയ്യുമ്പോൾ പറയും, എന്തിനാ ഇത്ര ആൾക്കാർ മതി, എന്നെ എത്ര ആൾക്കാർ കണ്ടാൽ മതി, ഐ ആം ഹാപ്പി വിത്ത് മൈ ടാലന്റ്. പക്ഷെ വെറുതെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഓൺ ചെയ്യുമ്പോൾ വെറുതെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെ ആ ഫസ്റ്റ് 1000 ഫോളോവേഴ്സ് കിട്ടാൻ കഷ്ടം. ഇപ്പൊ 1 മില്യൺ ആയില്ലെങ്കിൽ റീച്ച് കുറഞ്ഞു എന്നായിട്ട് തോന്നുന്നു. മിനിമം ഒരു വീഡിയോ കേട്ടന് മിനിമം ഒരു വീഡിയോ പറയുമ്പോൾ 1 മില്യൺ ഒരു ദിവസം കൊണ്ട് ആയില്ലല്ലോടാ, റീച്ച് കുറഞ്ഞു ഒരു ദിവസം കൊണ്ട് 1 മില്യൺ. പാറുവാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഫുൾ ഹാൻഡിൽ ചെയ്യുന്നതും പോസ്റ്റ് ചെയ്യുന്നതും എല്ലാം. ഞങ്ങളുടെ കുടുംബത്തിന്റെ മൊത്തം സോഷ്യൽ മീഡിയ കൺട്രോളിംഗ് പാർവതിയുടെ കയ്യിലാണ്. അതെ, അത് മാത്രമല്ല ഈ സ്കൂളിൻ്റെത്, പിന്നെ യൂട്യൂബ് ചാനൽ. നമുക്ക് 2 യൂട്യൂബ് ചാനൽ ഒക്കെ 400K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ യൂട്യൂബ് 2 ചാനൽ. സജിമോളുടെ സിസ്റ്ററിന്റെ മോളാണ്. ഞങ്ങള് 3 കൂടി ആക്ച്വലി തുടങ്ങി. സജിമോളുടെ അനിയത്തി കൂടെ ഇതില് ഞാനും പ്രജ്മാമെന്നാ വിളിക്കട്ടോ. ഞാൻ ഇപ്പൊ സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രജേട്ടാന്ന് വിളിച്ചു. വീട്ടിലൊക്കെ അങ്ങനെ എന്നെ അച്ചുവാണ് തുടങ്ങിയത് പ്രജ്മാമെന്നുള്ള വിളി. അച്ചും ഗോപും അന്നോട്ട് ഞങ്ങളൊക്കെ പ്രജ്മാമനാണ് എല്ലാവരുടെയും മാമനാണ്. അപ്പൊ ഞാൻ പാലക്കാട് ആയതുകൊണ്ട് അല്ല, നമ്മൾ തമിഴ്നാട്ടുകാരെ മാമാന്ന് വിളിക്കുമല്ലോ.
തമിഴ്നാട്ടുകാര് മാമാന്ന് വിളിക്കുമല്ലോ ഹസ്ബൻഡിനെ, മൊറൈ മാമൻ. അപ്പൊ ഞാൻ എന്റെ വീട്ടിലൊക്കെ പോയി വിളിക്കുമ്പോ അവര് വിചാരിക്കുന്നത് ഞാൻ ആ കൾച്ചറിലെ ആളെ ആ രീതിക്ക് റെസ്പെക്ട് ചെയ്ത് വിളിക്കുന്നതാണ്. അതല്ല സംഭവം, ഇതല്ല. ഞങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ച് വിളിച്ച് ശീലായി. ബ്രജ്മാമനാണ്. കൃഷ്ണനുമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കൃഷ്ണന്റെ ഒരു ഇല്ലേ അത് തോന്നിയിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ട് ശരിക്കും. നമ്മള് നന്ദനത്തിലെ കൃഷ്ണൻ പോയതിനു ശേഷം ഇപ്പത്തെ ട്രെൻഡിങ് കൃഷ്ണൻ ഏതാണ്? അതല്ല ട്രെൻഡിങ് കൃഷ്ണൻ, നമുക്ക് കൃഷ്ണനെ കണ്ടാർക്കും പരിചയമില്ലല്ലോ. ആ കാലത്ത് എവിടെ ബാർബർ ഷോപ്പ് ഇത് പഠിച്ചിട്ടുണ്ടോ നമുക്കറിയില്ലല്ലോ. ഞാൻ കൃഷ്ണനായതിനു ശേഷം കൃഷ്ണനും തെറിയേക്കാൻ തുടങ്ങി. ഞാനൊക്കെ എനിക്കൊക്കെ ഇപ്പൊ ഇത്ര ഏജ് ആയി, 41 വയസ്സായി. അപ്പൊ ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വലിയ ഫ്ലോറും ഈ ഒരു പുറത്തേക്കൊക്കെ മീൻസ് ഇത്രയും വലിയ ചാനലിലൊക്കെ അവസരം വന്നത് സാറിന്റെ അടുത്ത് വന്നതിന് ശേഷം തന്നെ. ഇതൊന്നും സ്വപ്നത്തെ പോലും വിചാരിക്കാത്തൊരു കാര്യമാണ്. വീട്ടിൽ ഒതുങ്ങി കൂടുന്നൊക്കെയാണ് ഞാനൊക്കെ വിചാരിച്ചത്. ഈ ഡാൻസ് ക്ലാസ്സിൽ വന്നപ്പോഴും ഇത്രയൊന്നും ഒരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്നും വിചാരിച്ചിട്ടില്ല. അപ്പം എന്നെയൊക്കെ ആരെങ്കിലും ഒരു 5 മണിക്കൂർ യാത്ര ചെയ്ത ഒരാളെങ്കിലും തിരിച്ചറിയാനുള്ള കാരണം പ്രജിൻ സാറാണ്. അത് ഭയങ്കര സന്തോഷം. ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഇവർക്ക് ആർക്കും ഇത്ര ഭംഗിയൊന്നുമില്ലേ പ്രജിറ്റ? ഇവിടെ വന്നതിന് ശേഷം എല്ലാവരും സുന്ദരികളായി. എപ്പോഴും പറയും ഞങ്ങളെ കാണാൻ കളവികളായിരുന്നു, ഇവിടെ വന്നായിരുന്നു എല്ലാരും ഇവിടെ വന്നേരം ഗ്ലാമർ ആയി പോയി. നമുക്ക് കൊടുക്കണോട്ടെ അപ്പൊ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വീഡിയോ. പിന്നെ ഇനിയും പറയാം. മൈൻഡ് റീഡ് ചെയ്യാൻ ഇന്നേ വരെ കൈ നോക്കി എക്സാക്ട്ലി പറയുന്നതല്ല, പക്ഷെ പറഞ്ഞതൊക്കെ അച്ചട്ടാ. കൃത്യമായിട്ട് പറയും. നിനക്ക് 2 പ്രേമം നടന്നു. അയ്യോ ഉറപ്പായിട്ടും അതോട്ടെ. ആണോ? 2 പ്രേമ 2 ബ്രേക്കപ്പ് ആയില്ല. എന്നെ നോക്കോ? സത്യങ്ങളൊക്കെ പുറത്തു വരും. ഇനി ദക്ഷിണ വെക്കണം. പ്രശ്നം ഇപ്പൊ മനസ്സിലായില്ല ഞങ്ങൾക്ക് ഡാൻസിൽ ഞങ്ങൾ ജീവിക്കാം. അതെ അമ്മ പക്ഷേ നിനക്ക് ഭാഗ്യമുണ്ട്. പക്ഷെ നിന്റെ വിദ്യാഭ്യാസത്തെ കൊണ്ട് ഒരു കാര്യം, അതായത് ആ റൂട്ടിലല്ല നിന്റെ പോക്ക്. അത് പഠിക്കണ്ടേ? ശരിയാണ്. ഞാനിപ്പോ മെഡിക്കലാണ് പഠിക്കണതെങ്കിലും കൂടുതൽ കത്തി കയറുന്നത് ആങ്കറിംഗിൽ. അതെ, വെരി ഗുഡ്. നിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നിനക്കൊരു സേവിങ്സ് ഉണ്ടാവും. കൈ ഒഴിഞ്ഞ് ഒരു ഇതുണ്ടാവില്ല, എവിടുന്നെങ്കിലൊക്കെ കിട്ടി വരും. ചോദിക്കാതെ തന്നെ വന്നു ചേരും എപ്പോഴും. അതായത് മോൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ. അതൊന്നുമില്ല, തന്നെ ഫ്യൂച്ചറേ ഇല്ല. അതിവിടെ തീർന്നു. ഇല്ല, കൂടുതൽ അങ്ങനെ. അതായത് സാധാരണ കലാകാരന്മാർക്കൊക്കെ ഉള്ള കൈ ആളുകൾ അറിയപ്പെടുന്ന അതായിരിക്കും. നീ പഠിച്ച മെഡിക്കൽ പരിപാടിക്ക് പോട്ടോ. കുട്ടി പാടുത്ത് നിർത്തിട്ടോ. ചേട്ടാ എന്റെ കൈ നോക്കോ? അമ്മ ഉണ്ട് ട്ടാ. ആവശ്യമില്ലാത്തൊന്നും പറയില്ലേ? കൂടെ ഉണ്ടെന്നല്ലേ? എനിക്ക് വരയില്ല എന്നൊക്കെ നിനക്കൊന്ന് അത് കണ്ണിങ്ങനെ നോക്കണ നല്ല ഭാഗ്യം. നല്ല, അതായത് ഭയങ്കര നീളമുള്ള കൈ. അതിന്റെ ഇതെല്ലാരും കേൾക്കണം. നീളുള്ള കൈയുടെ വീശലാക്കിയിട്ടുണ്ട്. ഒരൊറ്റ അടിക്ക് തീരുമാനം. സ്കൂളിൽ ഒരു കൈനോട്ടം കൂടെ തുടങ്ങേണ്ടി വരും സജിമോള്. നിങ്ങൾ കോൺസെൻട്രേഷൻ കാണല്ലേ? അല്ല, വിദ്യാഭ്യാസം അങ്ങനെ പോയി തന്നെയുള്ളൂ. അങ്ങനെ പോയാ വിദ്യാഭ്യാസം ഞാൻ നടന്നു പോയി. അത് പോയില്ല. അമ്മനോട് ചോദിച്ചോക്ക്, ഒറ്റ എത്ര മക്കളാ വീട്ടിൽ? 4 പേരാ. ഇയാള് വന്നതിന് ശേഷമാണോ വീട്ടില് ഭയങ്കര പോസിറ്റീവ് ഒക്കെ വന്ന? ഞാൻ മൊത്തത്തിൽ ഷുവർ അല്ല. ഭയങ്കര ഭാഗ്യം. അതെന്താന്ന് വെച്ചാല് ഇയാളുടെ പ്രസൻസിന് ഭയങ്കര വാല്യൂ ഉണ്ട്.
ഞാൻ പറഞ്ഞില്ലേ അതെ ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ. അതായത് ആള് വന്നതിന് ശേഷമാണ് ഒരുപാട് പോസിറ്റിവിറ്റി, കുറെ കാര്യങ്ങൾ നിങ്ങളതായിട്ടുള്ള ഒരുപാട് ക്രിയേറ്റിവിറ്റീസ് ഒക്കെ വളർന്നതും ഒക്കെ. ബാക്കി 3 എണ്ണം കഴിഞ്ഞിട്ട് അതെന്താ വെച്ചാൽ ഭയങ്കര ഭാഗ്യമാണ്. എവിടെ പോയാലും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, പോസിറ്റീവായി. അതുപോലെ തിരിച്ചു വീട്ടിലേക്ക് കൊണ്ട് ഇന്ന് വരെ ഒരു ചീത്ത അങ്ങനത്തെ ഒന്നും ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിണ്ടാവില്ല. ഇനിണ്ടാ ഇല്ല, നല്ലതാണ്, എല്ലാം പോസിറ്റീവാ. ക്യാമറ ചേട്ടാ അവിടെ വെച്ചിട്ട് ചേട്ടാ ഇതൊന്നും റെക്കോർഡ് ചെയ്യാൻ മറക്കല്ലേട്ടോ. നിങ്ങൾക്ക് 2 വീടുണ്ടോ? ആ, ചേട്ടാ അയ്യോ എടാ നിമിതേ എവിടെ നമ്മുടെ ഒരു അയ്യോ ചേട്ടാ ചേട്ടാ കൈ നോട്ടത്തെ കള്ളം പറയാൻ പാടില്ല കുട്ടി. അല്ല ഇയാളത് കംപ്ലീറ്റ് ഇയാളുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ എങ്ങനെയാ പറയുന്നത് അറിയില്ല, ഒരുപാട് വലിയ വലിയ വീടിന്റെ യോഗങ്ങള്, പിന്നെ എന്താ പറയാ ഒരു ഭാഗ്യം നിറഞ്ഞ കുട്ടിയാണ്. ഒരുപാട് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യും. ചെക്കനുണ്ടാവും ചോദിക്കാതെ കുട്ടികളുണ്ടാക്കാൻ ദിവ്യകർമ്മോ ഡെഫിനറ്റ്ലി 2 കുട്ടികളുണ്ടാവും കേട്ടോ, 2 വീടുകൾ. 2 എല്ലാം നല്ലതാ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരുപാട് റൂട്ട് ഉണ്ട്, ഒരുപാട്. അതായത് ഒരു സമയം തന്നെ ഒരു കാര്യം അതന്നെ ഒരു സമയത്ത് തന്നെ ഇങ്ങനെ മൾട്ടിപ്പിൾ ചിന്തകൾ അല്ലേ. അതായത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന തലയിൽ കൂടെ വേറെ കുറെ കാര്യങ്ങളൊക്കെ. ചേട്ടാ ഇത് ഇടുമ്പോ കട്ട് ചെയ്യല്ലേട്ടാ. അങ്ങനെ ഉറപ്പാവും. നമുക്ക് ഒരു ബിൽഡിംഗ് കൂടെ തുടങ്ങി അവിടെ നമുക്ക് അയ്യോ എന്റെ കേസില് ഒരു കുറച്ചു കാലം മുന്നത്തെ സീനാണ്. ഇടയ്ക്കായിട്ട് എന്നോട് പറയുന്നു, മോളെ മോക്ക് പണി വരുന്നുണ്ട്, മറ്റേ ട്രാൻസിറ്റ് പറഞ്ഞ കാര്യം പണി വരുന്നുണ്ട് ആറാച്ച എന്നുള്ള രീതി ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും, നമുക്ക് നല്ലൊരു പ്രശ്നം വരാനുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഇങ്ങിരുന്ന് തള്ളുന്ന രീതിക്ക് ഞാനത് കാര്യമാക്കില്ല. പക്ഷെ പുള്ളി പറഞ്ഞ സമയത്ത് എനിക്ക് 8ന്റെ 16ന്റെ പണി കിട്ടും. ഞാനേ ഒരു 5-6 മാസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ ട്രോമ അടിച്ചിരിക്കേണ്ട സിറ്റുവേഷൻ വരെ വന്നിട്ടുണ്ട്. ആളെന്നോട് മുൻകൂട്ടി എന്നോട് പറയും, മോളെ മുന്നിൽ ഒരു കുഴിയുണ്ട് സൂക്ഷിച്ചോളൂ. ഞാൻ എന്ത് കുഴിയല്ലേ നോക്കാതെ അതെ ഒരു കിണറാന്നുള്ള പിന്നെയല്ലേ മനസ്സിലായത്. ഞാനിത് പറഞ്ഞു, നിങ്ങൾക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൂടെയെന്നോ. ഇങ്ങനെയാണെങ്കിൽ ഈ അടുത്ത് നിമിതേന്റെ കൈ നോക്കി അവരുടെ പറഞ്ഞു, നിന്റെ സിറ്റുവേഷൻ ഭയങ്കര ബാഡാണ്, നീ എത്രയും പെട്ടെന്ന് ഒന്ന് അമ്പലത്തിലൊക്കെ വേണമെങ്കിൽ ഒന്ന് പോയി നിന്റെ ഒരു പോസിറ്റിവിറ്റിക്ക് ചെയ്തോ. ഇവളും കുഴപ്പം. ഞാൻ എന്നിട്ട് ഇവളോട് പറഞ്ഞു, നീ ഒന്ന് നോക്കിക്കോ, എനിക്കൊരു അനുഭവം ഉള്ളതാ, നമുക്ക് ചുമ്മാ ഒന്ന് പോവാന്ന് പറഞ്ഞു. പോയി വെരി നെക്സ്റ്റ് ഡേ തൊട്ടിട്ട് ഇവളുടെ കാര്യങ്ങൾ കംപ്ലീറ്റ് ക്ലിയർ ആവാൻ തുടങ്ങി. ഞാനപ്പോ ശരിക്കും പറഞ്ഞപ്പോ ഓക്കെ ആ ഒരു സെക്കൻഡ്സിൽ അത് എടുത്തു. പിന്നെ ഞാൻ വിചാരിച്ചു പോട്ടെ, കുഴപ്പമുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പ്രജേട്ടൻ പറഞ്ഞിട്ടാ ഞാൻ ഈവളെ കിട്ടു കാലില് സത്യം. അതെ അച്ചട്ടാ. പക്ഷെ എല്ലാരും മാതിരി ഇങ്ങനെ അത് ചെയ്യണം ഇത് ചെയ്യണം ഓവറായിട്ട് പറഞ്ഞതൊന്നുമില്ല. 2-3 കാര്യങ്ങളെ പറയും. അത് ഈ സിറ്റുവേഷൻഷിപ്പ് പോലെ, ഐ മീൻ പെട്ടെന്നാ പറയാ മോളെ സൂക്ഷിച്ചോ എന്നുള്ളത്. അതുപോലെ പറയും, അത് അതുപോലെ വരും ചെയ്യും. പക്ഷെ ഒരു കാര്യമുണ്ട്, ചേട്ടൻ ഇപ്പൊ ഇത്രയും എന്റെ കേസിൽ പറഞ്ഞത് സത്യം അതാ. ഈ 2 വീട് ഇങ്ങനെ കിട്ടിയെന്ന് എനിക്ക് ആഴ്ച മുന്നേ ആളുമായിട്ട് എന്തെങ്കിലും ഐ മീൻ മോളെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പഠിച്ചിരുന്നത് ഞാൻ ചോദിച്ചത്. അത് ശരിയാണല്ലോ. തറവാട് വെച്ച് നോക്കുമ്പോ എല്ലാവർക്കും 2 വീടില്ലേ? ആഹാ, ഈ കറക്കി കുത്തി അടിച്ച കോപ്പിയാണ് ഈ മോളത് ഞാനത് പറഞ്ഞിട്ടേ ഇല്ല. ഇല്ലല്ലേ ചേട്ടാ നമ്മുടെ വീഡിയോ വൈറലാവോ? ഈ വീഡിയോ വൈറലാവോ? അയ്യോ അതൊന്നും അറിയില്ല. അത് അറിഞ്ഞിട്ട് വേണം. അതെ വയറിലാവോന്ന് അറിയില്ല, എയറിലാവാൻ ചാൻസ് ഉണ്ട് മിക്കവാറും. അപ്പൊ എന്തായാലും നമ്മൾ കുറെ നല്ല മൊമെന്റ്സ് നമ്മൾ കുറെ നല്ല പോലെ ചെറിഷ് ചെയ്തു, അടിച്ചു പൊളിച്ചു. അപ്പൊ ഇനി എന്തായാലും വിശപ്പിന്റെ വീട് നമുക്കൊക്കെ വരണില്ലേ? ഇല്ലേ? അപ്പൊ ഞങ്ങൾ പോയി നല്ല സദ്യ ഒക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചധികം ഗെയിംസും കൂടെ വെയിറ്റിംഗ് ആണ്. അപ്പൊ റെഡി അല്ലേ? അപ്പൊ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പാക്കലാം. ബൈ ബൈ.